അയ്യൻകുന്ന് പഞ്ചായത്തിലെ കച്ചേരിക്കടവ് ടൗൺ പരിസരം വരെ എത്തിയ കാട്ടാനകൾ വ്യാപക കൃഷിനാശം വരുത്തി. വളവുപാറ കച്ചേരിക്കടവ് പാലത്തിൻകടവ് റീബിൽഡ് കേരള റോഡിൽ തമ്പടിച്ച കാട്ടാനകൾ ഇതുവഴി കടന്നുപോയ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയും തീർത്തു. കച്ചേരിക്കടവിലെ നരിമറ്റത്തിൽ സണ്ണി ഫ്രാൻസിസിന്റെ പറമ്പിൽ പുലർച്ചെ 3 എത്തിയ രണ്ടാനകൾ 50ഓളം വാഴകളും 75 ചുവട് മരച്ചീനിയും 25 ചേനയും 2 മാവും നശിപ്പിച്ചു. കർണാടക വനത്തിൽ നിന്നാണ് ബാരാപ്പോൾ പുഴ മുറിച്ചു കടന്ന് കാട്ടാനകൾ എത്തിയത്. മാസങ്ങളായി കച്ചേരിക്കടവ്, മുടിക്കയം, പാലത്തുംകടവ് പ്രദേശങ്ങളിൽ സ്ഥിരമായി കാട്ടാനകൾ കൃഷി നശിപ്പിക്കുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നേരത്തെ DFO ഉൾപ്പെടെയുള്ള സംഘമെത്തി നാട്ടുകാരോട് ചർച്ച നടത്തി അതിർത്തിയിൽ സോളാർ തൂക്കുവേലി നിർമ്മിക്കുമെന്നും ഉറപ്പു നൽകി. നിർമ്മാണം ഇനിയും ആരംഭിച്ചിട്ടില്ല. തൂക്കുവേലിക്കായി സ്ഥലമുടമകളുടെ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തതാണ്. പ്രവൃത്തി ഇനിയും വൈകിയാൽ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുമെന്ന് അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ അറിയിച്ചു. മേഖലയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ തുടർച്ചയായി എത്തി നാശം വരുത്തുന്നത് ആറളം ഫാമിൽ നിന്ന് തുരത്തിയ കാട്ടാനകളാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ പ്രദേശങ്ങളിലെല്ലാം നേരത്തെ കാട്ടാന ശല്യമുണ്ടെങ്കിലും അടുത്ത കാലത്ത് വർദ്ധിച്ചിട്ടുണ്ട്. കച്ചേരിക്കടവ്, മുടിക്കയം, പാലത്തുംകടവ് ഗ്രാമങ്ങളെ കാട്ടാന ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട പ്രവൃത്തികൾ അനിശ്ചിതത്വത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.